ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചെന്ന പേരിൽ ബിന്ദു എന്ന ആ ഒരു പാവം സ്ത്രീയെ, ദളിത് ആയിട്ടുള്ള ആ ചേച്ചീനെ അറസ്റ്റ് ചെയ്തു പോലീസ്. വീട്ടുകാരുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്തു. പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്തു. ആ ചേച്ചീനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി 20 മണിക്കൂറുകളോളം അവരെ നിരന്തരമായിട്ട് ചോദ്യം ചെയ്യുകയും മാനസികമായിട്ടുള്ള ഒരു പീഡനം നൽകുന്ന വിധത്തിലുള്ള ഓരോരോ രീതിയിലുള്ള അവരുടെ പെരുമാറ്റവും എല്ലാം ആ ചേച്ചീനെ വളരെയേറെ കഷ്ടത്തിലാക്കി. കുടിക്കാൻ വെള്ളം ചോദിച്ചിട്ട് ബാത്റൂമിൽ പോയി വെള്ളം എടുത്ത് കുടിക്കൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതുപോലെ മാലക്കള്ളി എന്ന് വിളിച്ചു, നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചു, ജാതിയുടെ പേരിൽ അവഹേളനം ആ ചേച്ചിക്ക് നേരിടേണ്ടി വന്നു. ഇരിക്കാൻ തറയിലാണ് ഇരിക്കാൻ പറഞ്ഞത്, കസാരയിലൊന്നും ഇരിക്കാനായിട്ട് അനുവദിച്ചില്ല. അങ്ങനെ തരത്തിൽ ബിന്ദു എന്ന ചേച്ചിനെ നല്ലതുപോലെ പോലീസ് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇപ്പൊ നടപടികളും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ASIക്ക് സസ്പെൻഷനൊക്കെ ആയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ ബിന്ദു എന്ന ചേച്ചി ഇങ്ങനെ പോലീസുകാരുടെ അതിക്രൂരമായിട്ടുള്ള പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ട് നല്ലതുപോലെ മാല മോഷ്ടിച്ചില്ല എന്ന് ബിന്ദു പറഞ്ഞിട്ടും ആ ചേച്ചി പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ നിൽക്കാതെ പോലീസ് മാല കിട്ടിയില്ലെങ്കിൽ നിന്നെയും നിന്റെ മക്കളെയും ഒക്കെ പിടിച്ചകത്തിടും എന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തോടു കൂടി ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അവർ നല്ലതുപോലെ പേടിച്ചു. പാവം ചേച്ചി പേടിച്ചു. വീട്ടുജോലിക്ക് ഒക്കെ പോയി തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. അപ്പൊ അവർക്ക് നല്ലതുപോലെ പേടി അവരുടെ മനസ്സിൽ തട്ടി. അപ്പൊ ഈ ബിന്ദു ചേച്ചിയുടെ ഭർത്താവ് പറയുന്നത്, ബിന്ദു കറുപ്പായത് കൊണ്ട് തന്നെ അവർ ആദ്യത്തെ കണ്ട കാഴ്ചയിൽ തന്നെ അവർക്ക് ബിന്ദു തന്നെയാണ് മാല എടുത്തിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് സംസാരിച്ചതെന്നൊക്കെയാണ് ബിന്ദു ചേച്ചിയുടെ ഭർത്താവും പറയുന്നത്. അപ്പൊ നല്ലതുപോലെ ആ കുടുംബത്തിനെ നല്ലതുപോലെ ആ പോലീസുകാരുടെ മോശമായിട്ടുള്ള പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഒരു കുറ്റവാളി എന്നുള്ളൊരു ചിത്രം അവർക്ക് ഇങ്ങനെ രേഖപ്പെടുത്തി ടിക്ക് ചെയ്ത് കൊടുത്തതുപോലെ ആയിപ്പോയി. അങ്ങനെയുള്ള വാർത്തകൾ ഇപ്പൊ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് നടപടിയായിട്ട് ഭരണകൂടം മുന്നോട്ട് പോവുകയാണെന്നുള്ള വാർത്തകളും കേൾക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെയായിട്ട് കേൾക്കുന്ന വേറൊരു സംഭവമാണ്, ഇപ്പൊ ഈ ബിന്ദു ചേച്ചിയുടെ ഇങ്ങനെ കേസിനെ പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരമായിട്ട് വരുമ്പോൾ അതിന്റെ കൂടെ വേടനെയും കൂടി ചേർത്ത് വെക്കുന്നു. ഈ കാര്യത്തിൽ വേടനെ ചേർത്ത് വയ്ക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. വേടൻ കറുത്തതാണ്, വേടന് വേണ്ടിയിട്ട് പിന്തുണയ്ക്കാൻ ലക്ഷോപലക്ഷം ആളുകൾ, പാവം ബിന്ദു, കറുത്ത ബിന്ദുവിന് ആരുമില്ല, ബിന്ദുവിന് എന്താണ് കൂടെ നിൽക്കാൻ ആരുമില്ലേ? അതുപോലെ കുറേയേറെ ചാനലുകളിലൊക്കെ നിരന്തരം ഇങ്ങനെ കേൾക്കുകയും അത് വേടന്റെ ഒപ്പം ആടാനും പാടാനും 10,000 ലക്ഷം കോടിക്കണക്കിന് ആളുകൾ. ബിന്ദുവിന് ആരുണ്ട് ചോദിക്കാൻ? ഈ ബിന്ദു എന്ന് പറയുന്നുള്ള ഈ സ്ത്രീയിലെ, ഈ ചേച്ചിയിലെ, അതേപോലെ 1,000 ഒരു ലക്ഷം കോടാനുകോടി അത്തരത്തിലുള്ള ബിന്ദു, ആ തരത്തിലുള്ള അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി പാടുന്ന ഒരു കലാകാരനാണ് വേടൻ. അത് മനസ്സിലാക്കുക ആദ്യം. വേടന്റെ പാട്ടുകൾ സാധാരണ താഴത്തെ തട്ടിൽ നിൽക്കുന്ന ജനത്തിന്റെ ഉന്നമനത്തെ ആത്മവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന വരികളായിട്ടാണ് വേടൻ പാടുന്നത്. വേടന്റെ കവിതകൾ അങ്ങനെയാണ്. അപ്പൊ ഈ പറയുന്നവര് എന്തിനാണ് ഇതിന്റെ ഒപ്പം വേടൻ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ഇവരുടെ സംസാരത്തിലുള്ള ആ ഒരു രീതികൾ കാണുമ്പോൾ. വേടൻ ഇന്നോ ഇന്നലെയോ പാട്ടുപാടി രംഗത്ത് വന്ന ആളല്ല. അദ്ദേഹം വർഷങ്ങളായി, 6-7 വർഷങ്ങളായി അദ്ദേഹം നിരന്തരമായിട്ട് ഈ റാപ്പ് മ്യൂസിക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അന്നും ആദ്യ കാലത്തൊന്നും ആരും അത് ശ്രദ്ധിക്കാനുണ്ടായിരുന്നില്ല. പകുതിയിലധികം പേര് റാപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെവിയും പൊത്തി ഒറ്റ ഓട്ടം കൊടുക്കും. ആർക്കും ഇഷ്ടമല്ല. ഇംഗ്ലീഷ് റാപ്പ് പോലും കേരളത്തിലുള്ളവർ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കേൾക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് കോളേജിൽ പഠിക്കുന്ന പിള്ളേരല്ലാതെ ആരും കേൾക്കാൻ വഴിയില്ല. അപ്പൊ ഈ വേടൻ പാടുന്ന പാട്ടുകൾ അന്ന് പാടിയിട്ടൊന്നും ആരും കേട്ടിരുന്നില്ല. ഇന്നെങ്കിലും പാടി വന്നു സ്റ്റേജ് ഷോകളിലൂടെ വേടൻ തന്റെ പെർഫോമൻസ് കൂട്ടി അത് നല്ല ഹൈ ആയിട്ട് കൊണ്ടുപോയപ്പോഴാണ് ആളുകളുടെ ഉള്ളിലേക്ക് ചെന്ന് പാഞ്ഞു കയറിയത്. ഓരോരോ കാലഘട്ടത്തിലും ഓരോ കലാരൂപങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ഹൈപ്പ് കിട്ടാറുണ്ട്, നല്ലൊരു ഊർജം കിട്ടാറുണ്ട്, നല്ലൊരു ജനങ്ങളുടെ ഒരു പിന്തുണ കിട്ടാറുണ്ട്. അതിപ്പോ വേടന്റെ ഈ റാപ്പ് മ്യൂസിക്കിന് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേടനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. വേടനെ കാണാൻ, കൂടെ നിൽക്കാൻ, സെൽഫി എടുക്കാനൊക്കെ ഇങ്ങനെ ആളുകൾ നടക്കും. അപ്പൊ ഈ ബിന്ദു ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റിയതിൽ ദുഃഖമുണ്ട്, എല്ലാവർക്കും ദുഃഖമുണ്ട്. ഇപ്പൊ വേടനോട് ചോദിച്ച വേടനും പറയും, ഞാൻ വളരെയേറെ വേദനിക്കുന്നു, ആ കാര്യം ഓർത്ത് ഞാൻ വളരെയേറെ സങ്കടപ്പെടുന്നു. ഇവിടെ ജാതിയില്ല, മതമില്ല, നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തലില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടും ഈ ബിന്ദു ചേച്ചിനെ പോലുള്ളവരൊക്കെ ഇപ്പൊ വന്നാണ് ഈ പ്രശ്നം കണ്ടില്ലേ? ഇതിലൊക്കെ ഈ പറഞ്ഞാണ് എല്ലാ 3 സംഭവങ്ങൾ ഇതിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ആ ചേച്ചി ദളിതായതുകൊണ്ട് ആ ചേച്ചിക്ക് നല്ലൊരു പിന്തുണ പോലീസിന്റെ ഭാഗത്തുനിന്നും കിട്ടിയില്ല. ദളിതായിട്ടുള്ള ആളുകളാണ് ഈ മോഷണവും ഈ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു വലിയൊരു ചിന്ത ഈ പോലീസ് അങ്ങനെയുള്ള വലിയ മേലുദ്യോഗസ്ഥരുടെയൊക്കെ തലച്ചോറി കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കറുപ്പിന്റെ പേരിൽ
ആ ഒരു അവഹേളനം, മാലക്കള്ളിന്ന് അങ്ങനെ വിളിച്ചു അധിക്ഷേപിച്ചു. പൈസ കൊണ്ട് അവർ വലിയ മെച്ചത്തിലല്ല, പിന്തുണ നൽകാൻ കുറെ ആളുകളില്ല, അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ഇവർ തീർച്ചയായിട്ടും പൈസക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഈ മാല എടുത്ത് മറിച്ചിട്ടുണ്ടാവും, എടുത്ത് മാറ്റിയിട്ടുണ്ടാവും എന്ന ഒരു ചിന്ത വെച്ചിട്ട് പോലീസുകാർ ഈ തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായി. അങ്ങനെ ബിന്ദു എന്ന ചേച്ചി വളരെയേറെ ദുഃഖത്തിലായി മാറി. അപ്പൊ ആ ചേച്ചി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇങ്ങനെ നടപടിയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണ് കാര്യങ്ങളെങ്കിൽ പോലും ഈ വാർത്തകൾ വളച്ചൊടിക്കുന്നവർ എന്തിനാണ് വേടനെ ഈ കേസിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വേടൻ ഈ വേടനെ തകർക്കാനായിട്ട് ഒരു ശക്തി പിന്നിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഇങ്ങനെ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇപ്പൊ വേടനെതിരെ ഹരീഷ് പേരടി ഒരു പാട്ടൊക്കെ ഇറക്കി ഇങ്ങനെ പാടിയിട്ടുണ്ട്. അത് വേടനെതിരാണെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം വേടനെ ആ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മധുവിനെ അറിയാമോ, അതുപോലെ ബിന്ദുവിനെ അറിയാം, അങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ മധു എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ, ആ പാവം മനുഷ്യൻ നമ്മളിപ്പോഴും ഓർക്കുകയാണ്, വേദനയോടുകൂടി ഓർക്കുകയാണ്. 2018 വർഷത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ, അദ്ദേഹം കൊല്ലപ്പെട്ടു അതാണ് പറയേണ്ടത്. അദ്ദേഹത്തിന് അരി മോഷ്ടിച്ചതിന്റെ കുറ്റത്തിൽ അടിച്ചു കൊല്ലുകയായിരുന്നു ആ ആൾക്കൂട്ടം സദാചാരം കാണിച്ച് അടിച്ചു കൊല്ലുകയായിരുന്നു. അപ്പൊ അദ്ദേഹം മരണപ്പെട്ടു പോയതിന്റെ വരികളും കൂടി വേടന്റെ പാട്ടിൽ കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ഹരീഷ് പേരടി ആ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല, വേടന്റെ ആ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല എന്നാ തോന്നുന്നത്. വേടൻ അത് കൃത്യമായിട്ട് നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങളായിരം വേദിയിൽ തിരിച്ചതാര് ആ പാട്ടിൽ പറയുന്നുണ്ട്. ആ പാട്ടിലെ വരികളിൽ പറയുന്നുണ്ട്, കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ പാട്ടൊന്ന് കേട്ടു. അത് മധുവിനെ കുറിച്ച് ഒന്നും ഇവിടെ പറയാൻ ആരുമില്ല, വേടൻ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലാണ് ഹരീഷ് പേരടിയുടെ ഒരു രീതി. അതുപോലെ തന്നെ ബിന്ദുവിനെ അറിയാമോ അങ്ങനെ ചോദിച്ചുള്ള ആ വരികളും, ബിന്ദുവിനെ ആരും അറിയാതിരിക്കുന്നില്ല. ആ ബിന്ദു എന്ന ആ ചേച്ചി അനുഭവിച്ച വേദന അത്രയേറെ ഓരോ ജനങ്ങളുടെ ഹൃദയത്തിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. വേടൻ ഒരിക്കലും താഴ്ന്ന വിഭാഗത്തിലുള്ള താഴ്ന്നതെന്നല്ല, ദുഃഖം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെയും വേടൻ ഉപദ്രവിക്കണമെന്നോ അവരെ അവഗണിച്ച് മുന്നോട്ട് പോകണമെന്നൊന്നും വേടന് ഉദ്ദേശമേ ഇല്ല. വേടന്റെ പാട്ടുകളിലൂടെ എന്നും ജനതയ്ക്ക്, മനുഷ്യത്വത്തിന് പൂർണ്ണമായിട്ടുള്ള നീതി കൊടുക്കുന്ന തരത്തിലുള്ള വരികളാണ് അദ്ദേഹം പാടുന്നത്. അല്ല പിന്നെ കേൾക്കുന്ന ഒരു സംഭവമുണ്ട്, വേടന് പിന്നിൽ കുറെ അദൃശ്യ ശക്തികളുണ്ട്. അദൃശ്യ ശക്തികളൊന്നുമില്ല, വേടന് പിന്നിൽ വേടന്റെ നിഴല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ തോന്നലാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, വേടൻ പറയുന്ന രാഷ്ട്രീയത്തിനെ ആരും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അതാണ് ഇതിലെ സംഭവം. അതാണ് എല്ലാവരും വേടനെ ചൊറിയുന്നതിന്റെ പ്രധാനമായിട്ടുള്ള സംഭവം. അതാണ് എനിക്ക് തോന്നുന്നത്. വേടൻ പറയുന്ന രാഷ്ട്രീയത്തിന് കൃത്യമായ രീതിയിൽ ആർക്കും അങ്ങോട്ട് ബോധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് വേടനെയും കൂടി ഒന്ന് പിടിഞ്ഞേക്കാം, ഒന്ന് കുത്തി പിടിച്ചേക്കാം എന്ന തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ നിരന്തരം കേൾക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ബിന്ദു ചേച്ചിക്ക് നീതി കിട്ടണം, അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കണം, അതാണ് വേണ്ടത്. പക്ഷെ വേടൻ ഒരിക്കലും കുറ്റക്കാരനുമല്ല. ഈ വേടനെ ഇങ്ങനെ എന്ത് പ്രശ്നമുണ്ടായാലും അതിനേക്ക് എടുത്ത് വലിച്ചിട്ട് ഇങ്ങനെ വേടനെ ഒന്ന് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് തെറ്റ് പറ്റും. കാരണം ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരാള് പൂർണ്ണമായിട്ടും കുതിച്ചുയർന്നു തന്നെ വരും. അതങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതൊരിക്കലും ഒളിമങ്ങാത്ത ശോഭ പോലെ നിറഞ്ഞു നിൽക്കും. അപ്പൊ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കും.